Hello, good morning. Welcome to Learning Now. നമ്മൾ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഇലക്ട്രോണിക്സ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിന്റെ MCQ സെറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 വീക്കുകളിൽ സെറ്റ് 1 സെറ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് തിയറിയും പ്രോബ്ലംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. In an n-type silicon sample has a resistivity of 5 ohm at T is equal to 300 K. If the mobility mu n is equal to 1350 centimeter square per Vs, then the donor impurity concentration. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡോണർ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആണ്. ഒരു n-type silicon സാമ്പിളിന്റെ ഡോണർ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, മൊബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 9.25 × 10⁻³ സെന്റിമീറ്റർ പവർ -3 ആണ് വരുന്നത്. ഓക്കെ, cm⁻³ ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡോണർ ഇംപ്യൂരിറ്റി. So, rho is equal to 1/sigma എന്നാണ്. Okay, that is equal to 1 divided by E mu n ND ആണ്. അപ്പോൾ നമുക്ക് ND ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഡോണർ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആണ്. ND that is equal to 1 divided by rho E mu n ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റോ ഇൻറ്റു ദാറ്റ് ഈസ് 5 × 1.6 × 10⁻−19 into 1350. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 9.25 × 10⁻14 ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഡോണർ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡോണർ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്നുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 സ്കാറ്ററിംഗ് മെക്കാനിസം എക്സിസ്റ്റ് ഇൻ എ സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടറിൽ 3 സ്കാറ്ററിംഗ് മെക്കാനിസം ആണ് ഉള്ളത്. If only first mechanism were present, then the mobility would be 500 cm² per Vs. If only second mechanism ആണെങ്കിൽ mobility എന്ന് പറയുന്നത് again 500 ആണ്. തേർഡ് ആണെങ്കിൽ 1500 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3 സ്കാറ്ററിംഗ് മെക്കാനിസം ഉണ്ട്. ഓരോന്നും മാത്രമാണെങ്കിൽ ഓരോ മൊബിലിറ്റി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ടോട്ടൽ മൊബിലിറ്റി എത്രയാണ്, നെറ്റ് മൊബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ ഡി ആണ് റൈറ്റ് ആൻസർ. 250 cm²/Vms ആണ് വരുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, 1/μ that is equal to നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാണ്. 1/μ1 + 1/μ2 + 1/μ3 ആണ്. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്തൊക്കെയാണ്? 1/500 + 1/750. ഞാൻ അവിടെ 500 എന്നാണ് വന്നിട്ട് പറഞ്ഞത്, 750 ആണ്. പ്ലസ് 1/1500 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആയിട്ട് നമുക്ക് വരുന്ന മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 250 cm²/Vs ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നെറ്റ് മൊബിലിറ്റി, അതായത് 1/μ എന്നുള്ള ഒരു ടേബിളാണ് നമ്മൾ എടുക്കേണ്ടത് മൊബിലിറ്റിനെ. അപ്പൊ അതിന്റെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് നെറ്റ് മൊബിലിറ്റി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A sample of n-type semiconductor has an electron density. ഒരു സെമികണ്ടക്ടർ n-type semiconductorന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6.25 × 10⁻18 ആണ്. ടെമ്പറേച്ചർ നമുക്ക് 300 K തന്നിട്ടുണ്ട്. If the intrinsic concentration of the carriers in the sample, സാമ്പിളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ടെമ്പറേച്ചറിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഹോൾ ഡെൻസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ n-type സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരു ടെമ്പറേച്ചറിൽ തന്നിട്ടുണ്ട്. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ടെമ്പറേച്ചർ 300 K തന്നെയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഹോൾ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് വരുന്നത് 10⁸ എന്ന ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 10⁸ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക? നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. NENH is equal to Ni² ആണ് വരുന്നത്. This is the equation used for the calculating that whole concentration ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, NH is equal to നമുക്ക് ഹോൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. NH is equal to Ni²/Ne ആണ്. Ni² നമുക്ക് 2.25 × 10⁻13 whole square divided by Ne എന്ന് പറയുന്നത് 6.25 × 10⁻18 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? 0.81 × 10⁻26 × 18 വരും.
10⁻−18 വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁸8 എന്നുള്ള ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ. വാട്ട് ഈസ് ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ? ഓപ്ഷൻസിൽ നോക്കൂ, എ ആണ് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ. കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ലോ ഇന്റേണൽ റെസിസ്റ്റൻസ്. ലോ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നതാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് തരും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു ലോ ഇന്റേണൽ റെസിസ്റ്റൻസിൽ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ദ ഇലക്ട്രോണിക് ഡിവൈസസ് റെസ്പോൺസിബിൾ ഫോർ കറക്റ്റിംഗ് ദി വോൾട്ടേജ് ഓഫ് ദ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ടു പ്രൊവൈഡ് എ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ പവർ സപ്ലൈ ടു ദ എക്യുപ്മെന്റ്സ്, allowing for a stable voltage and protecting the equipment from the most of the problems of the mains. അല്ലെ, അപ്പൊ ഒരു സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ആ ഒരു ഇലക്ട്രിക്കൽ പവർ സപ്ലൈയിൽ വരുന്ന ആ ഒരു വോൾട്ടേജിന്റെ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യുകയും ഒരു സ്റ്റേബിളും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ എല്ലാ എക്യുപ്മെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സ്റ്റേബിൾ വോൾട്ടേജ് തരുന്നുണ്ട്. പ്രൊട്ടക്ടിങ് ആ എക്യുപ്മെന്റിൽ നിന്ന് മെയിൻ സപ്ലൈയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഫോൾട്ട് കാരണം ഉണ്ടാകുമ്പോൾ ആ ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും കൂടി ചെയ്തതാണ് ഈ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് മേക്ക് ചെയ്യാണ്. ദാറ്റ് ഫീഡ്സ് ദ എക്യുപ്മെന്റ് കണക്റ്റഡ് ടു ദ ആസ് മച്ച് പോസിബിൾ ഈക്വലന്റ് ടു ദ ഐഡിയൽ ഇലക്ട്രിക് പവർ. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പവർ സപ്ലൈക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ പറയുന്ന സ്റ്റെബിലൈസറിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഓസിലേഷൻസ് വരികയോ അതല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഈ ഒരു എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഷുഡ് ബി മിനിമം ആയിരിക്കണം. മിനിമം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് ഷുഡ് ബി മിനിമം. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ലോ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസുകളൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്തൊക്കെയാണെന്ന് നോക്കിയെങ്കിൽ ഇൻക്രീസ് ദ യൂസ്ഫുൾ ഓഫ് ലൈഫ് ഓഫ് എക്യുപ്മെന്റ്, മാൾ ഫംഗ്ഷൻസ് റേറ്റ് ഓഫ് എക്യുപ്മെന്റ്സ്. ആ ഒരു മാൾ ഫംഗ്ഷൻ എക്യുപ്മെന്റ്സ് ആ റേറ്റ് ഓഫ് എക്യുപ്മെന്റ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്റ്റെബിലൈസ്ഡ് പവർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ നോയ്സ്, ഇന്റർഫറൻസ്, ലൈറ്റ്നിങ് ഒക്കെ അറ്റുനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർ വോൾട്ടേജും അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓവർലോഡിങ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഈ ഒരു കേസസിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സിഗ്നൽസിന്, അതായത് മെയിൻസിൽ നിന്ന് സിഗ്നൽസിനെയൊക്കെ ഈവൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന വോൾട്ടേജ് സ്റ്റെബിലൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ സെനർ ഡയോഡ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഒരു സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ. ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് ദ ജംഗ്ഷൻ. ആ ഒരു ജംഗ്ഷനിന് അക്രോസ് ആയിട്ട് വരുന്ന ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ എന്ന ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഒരു സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് ദ ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെനർ ബ്രേക്ക് ഡൗൺ അതല്ലെങ്കിൽ ഒരു ടണലിംഗ് എഫക്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. സെനർ ഡയോഡ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടണലിംഗ് ഓഫ് ദ ചാർജ് കാരിയേഴ്സ് ഓഫ് ജംഗ്ഷൻ. അല്ലെ, ടണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പൊ ടണലിംഗ് ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് ദ ജംഗ്ഷൻ, ആ ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ടുണ്ടാകുന്ന ഒരു ടണലിംഗ്, അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഒരു സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. It occurs in a reverse biased PN diode when the electric field enables tunneling of electrons from the valence to the conduction band of the semiconductor. അപ്പോൾ ആ ഒരു സെമി കണ്ടക്ടറിന്റെ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണുകളുടെ ആ ഒരു ടണലിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ടണലിംഗ് എഫക്ട് കാരണമാണ് നമുക്ക് ഈ പറയുന്ന സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, because of the depletion width increases dopant concentration. അപ്പോൾ ആ ഒരു ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ആകുന്നുണ്ട്. ഡോപ്പന്റ് കോൺസെൻട്രേഷൻ അനുസരിച്ച് ഈ ഒരു ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നതിന്റെ ആ ഒരു വിഡ്ത്ത് ഡിക്രീസ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്ന ഒരു ഓഫ്സെറ്റ് ഇൻ ബാൻഡ്സ്, ആ ഒരു ബാൻഡുകൾ ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ചാർജ് കാരിയേഴ്സിന് ആ ഒരു ടണൽ, ആ ഒരു നാരോ ഡിപ്ലീഷൻ റീജിയനുകൾ വഴി ഈസി ആയിട്ട് ടണലിംഗ് പ്രോസസ്സ് നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് വഴിയായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു സെനർ ഡയോഡ് അല്ലെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ടണലിംഗ് എഫക്റ്റ് കാരണം ഒരു സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ MCQ സെറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.